ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. രോഹിത്, എന്താ ഇപ്പൊ ഇങ്ങനൊരു മാറ്റം? മോള് വന്ന് അച്ഛാന്ന് വിളിച്ചപ്പോ എന്റെ നെഞ്ച് കലങ്ങിപ്പോയി. എനിക്കങ്ങനെ മോളെ ഉപേക്ഷിക്കാനൊന്നും പറ്റില്ല. കൊറേ നാള് ഈ നെഞ്ചിലിട്ട് കൊണ്ട് നടന്നല്ലേ, അതുപോലെ തന്നെയാ എനിക്ക് ആ വീടും. ഞാൻ വരാത്തതേ നിന്റെ അച്ഛനല്ലാത്തതുകൊണ്ട്. ഡി, നിന്റെ അച്ഛനല്ല ഇത്, അതുകൊണ്ടാ വരാത്തത്. സുസ്മേ, നീ എന്തായി പറയണേ? ഇവിടെ കുട്ടിയല്ലേ, ഇവളോട് ഇങ്ങനെയൊക്കെ പറയാവോ? ഞാൻ സത്യമല്ലേ പറഞ്ഞത്? ഇല്ലെങ്കിതാ അവള് പറയട്ടെ. നീ എന്തിനാടി കൊച്ചിനെയും കൂടെ ഇങ്ങോട്ട് വന്നേ? ഞാൻ ഇവിടെ നല്ല ഉപേക്ഷിച്ചിറങ്ങി പോകുന്നതല്ലേ? അത് തന്നെയാ ഞാനും ചോദിക്കുന്നെ. നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോന്നിട്ട് എന്താ തിരിച്ചു വരാത്തെന്നാ ഞാനും ചോദിക്കുന്നെ. എന്നേക്കുമായിട്ട് ബന്ധം ഉപേക്ഷിച്ചിട്ട് ഇറങ്ങി പോന്നൊന്നുമല്ലല്ലോ. ദേ, നിങ്ങൾ കെട്ടിയ താലി ഇപ്പോഴും എന്റെ കഴുത്തിലുണ്ട്. താലി? അത് എന്തോ മഹത്വം അടിയുള്ളത്. നിന്നെ പോലൊരു പെരുങ്കള്ളിയുടെ കൂടെ താമസിക്കാനേ എനിക്ക് സൗകര്യമില്ല. എനിക്ക് സ്വസ്ഥത വേണം. ആ, എന്നിട്ട് സ്വസ്ഥത കിട്ടിയോ? സമാധാനം കിട്ടിയോ? ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം സമാധാനത്തോടെ ഒന്ന് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടോ? പറ്റില്ല. ഈ കുഞ്ഞിന്റെ മുഖം നിങ്ങളുടെ മനസ്സിലുള്ളിടത്തോളം കാലം നിങ്ങൾ എവിടെ പോയാലും മനസ്സമാധാനം കിട്ടില്ല. ഡി, നീ കുട്ടിയെ ആയുധമാക്കി ഉപയോഗിച്ചോണ്ട് രോഹിത്തിനെ ഇവിടുന്ന് കൊണ്ടുപോകാനുള്ള പരിപാടിയാണോ? എങ്കിലത് നടക്കില്ല മോളെ. എന്റെ ഭർത്താവ് എന്നെ എന്റെ മോളെ ഉപേക്ഷിച്ച് നിൽക്കാൻ കാരണം നീ ഒറ്റ ഒരുത്തിയാ. പുരുഷന്മാരെ വലവീശി പിടിച്ച് അവരുടെ ചോര ഊറ്റി കുടിക്കുന്ന യക്ഷിയാ നീ. ശ്യാമേ, വേണ്ട. ശ്യാമേ, നീ കൊച്ചിനെ വിളിച്ചോണ്ട് പോ. രോഹിതേ, പോവാനാ പറഞ്ഞേ. ഓടി. അപ്പ അച്ഛൻ വരുന്നില്ലേ? അച്ഛൻ വന്നോളാം മോളെ. മോളിപ്പോ അമ്മയുടെ കൂടെ പോ. അച്ഛൻ ഉറപ്പായിട്ടും വന്നോളാം. എന്റെ പപ്പി മോളാണ് സത്യം. ഇല്ല, അച്ഛൻ വരാതെ ഞാൻ പോവില്ല. മോളെ പറയുന്ന കേക്ക്. അച്ഛൻ വരാം. മോളിപ്പോ പോ. ഉറപ്പാണോ? ആ, ഉറപ്പ്. എങ്കിൽ സത്യം ചെയ്യച്ചാ. സത്യം ചെയ്യച്ചാ. വീട്ടിലേക്ക് വരുമെന്ന് സത്യം ചെയ്യേ. സത്യം ചെയ്യച്ചാ. സത്യം. ശരി, എങ്കിലും ഞങ്ങൾ പോവാം. പക്ഷെ അച്ഛൻ വന്നില്ലെങ്കിൽ ഞങ്ങൾ ഇനിയും വരും. അച്ഛൻ വരാം. മോള് ചെല്ല്. എങ്കിൽ എനിക്കൊരു ഉമ്മ വേണം. ഉമ്മ താച്ചാ. ഉമ്മ. അച്ഛൻ വരണേ. ശ്യാമേ, നീ മോളെ വിളിച്ചിട്ട് പോ. രോഹിതേ, മോള് ചെല്ല് കേട്ടോ. അച്ഛൻ വരാവേ. വാമ്മേ, അച്ഛൻ വരും. വരണേ അച്ഛാ. വരാം മോളെ. ശ്യാമേ, നീ മോളെ വിളിച്ചിട്ട് പോയേ. ഓഹോ, അച്ഛൻ വരില്ലേ? ശ്യാമേ, നിന്നോട് പോവാനാ പറഞ്ഞേ. അച്ഛാ വരണേ അച്ഛാ. വരാം. വേഗം വരണേ. വരാം മോളെ.
രോഹിത്തെ എന്താ ഇപ്പൊ ഇങ്ങനൊരു മാറ്റം? മോള് വന്ന് അച്ഛാന്ന് വിളിച്ചപ്പോ എന്റെ നെഞ്ച് കലങ്ങിപ്പോയി. എനിക്കങ്ങനെ മോളെ ഉപേക്ഷിക്കാനൊന്നും പറ്റില്ല. ദേ, കുറെ നാള് ഈ നെഞ്ചിലിട്ട് കൊണ്ട് നടന്നതല്ലേ, അതുപോലെ തന്നെയാ എനിക്ക് ആ വീടും. അതും എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. എനിക്ക് അവിടേക്ക് പോകേണ്ടി വരും. എനിക്ക് എല്ലാ സൗഭാഗ്യം തന്നത് ആ വീടാ. അതെനിക്ക് നഷ്ടപ്പെടുത്താനാവില്ല. എനിക്ക് തിരിച്ചു പോയേ പറ്റൂ. അതൊക്കെ നമുക്ക് ആലോചിക്കാം. തൽക്കാലം നീതാ ഇത് കുടിക്കേ. അവള് എന്റെ മോളാ, എന്റെ മോള്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവളെ എന്റെ മോളാ, എന്റെ സ്വന്തം മോള്. ആരൊക്കെ പറഞ്ഞാലും എന്റെ മോളാ, എന്റെ ഭാവി മോള്. ഇവൻ ഇനി കൂട്ടിക്കിടക്കുന്ന ലക്ഷണം കാണുന്നില്ല. ഇവനെ ഇനി ഇവിടെ കിടത്താൻ വേറെ മാർഗങ്ങൾ നോക്കേണ്ടി വരും, പുതിയ തന്ത്രങ്ങൾ. എന്തിനാ അമ്മ ഇങ്ങനെ കരയുന്നേ? അച്ഛൻ വരാന്ന് പറഞ്ഞതല്ലേ? ഒന്നുമില്ല മോളെ, അമ്മ വെറുതെ ഇങ്ങനെ ഓരോന്ന് ഓർത്തപ്പോ. അമ്മ സങ്കടപ്പെടണ്ട കേട്ടോ, അച്ഛൻ വരും. ആ സുസ്മിത പറഞ്ഞാൽ എന്തെങ്കിലും സത്യമുണ്ടോ? നീ ശാലിനി ഒന്നിച്ചാണ് താമസിക്കുന്നത്? അച്ഛൻ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. കൊറേ നേരമായല്ലോ ഈ ഇരിപ്പ് തുടങ്ങിയിട്ട്. ഈ ശാരദാമ്മ അമ്മയ്ക്ക് എവിടെ പോയി? ശാരദാമ്മേ, ആദാ വരുന്നു. ശാലിനി, ശാലിനി, ഈ പെണ്ണിത് എവിടെ പോയിരിക്കുക? എപ്പോഴും ഇങ്ങനെയാ, എന്തെങ്കിലും കഴിക്കാൻ എടുക്കുമ്പോ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറും.